അപ്പോൾ നമ്മൾ അവസാന വീട്ടിലെത്തി നിൽക്കുകയാണ്. നമ്മുടെ റോണി ചേട്ടൻ്റെ വീട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അവരുടെ ക്രിസ്മസ് കൂടെ നമ്മൾ കണ്ടാലോ? ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ ക്രിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി എത്ര സമയം എടുക്കും? ഒരു ഏകദേശം 5 മണിക്കൂർ കൊണ്ടുള്ള ഒരു ഭംഗിയുള്ളൊരു ക്രിപ്പ് അവരുണ്ടാക്കാനായിട്ട് സാധിച്ചു. എന്തൊക്കെ മെറ്റീരിയലാണ് ഈ ക്രിപ്പിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്? കാർഡ്ബോർഡ് പീസസ് ഉണ്ട്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ട്, പിന്നെ സ്പ്രേ പെയിന്റ്. ഓക്കെ. അപ്പോൾ ഈ മനോഹരമായ ഒരു സ്റ്റാച്യൂസ് അവിടെ ഇരിപ്പുണ്ട്. ആ സ്റ്റാച്യു എവിടെ നിന്നാണ് വാങ്ങിയത്? എത്ര കാലമായത് വാങ്ങിയിട്ട്? അത് വാങ്ങിയിട്ട് ഏകദേശം ഒരു 15 വർഷത്തോളം ആയിട്ടുണ്ട്. ഓക്കെ. അത് ഗ്ലാസ് മെറ്റീരിയൽ കൈൻഡ് ഓഫ് സ്റ്റാച്യൂസ് ആയതുകൊണ്ടാണ് ഇപ്പം ഓക്കെ ഓക്കെ. ആ മനോഹരമായിട്ടുണ്ട്. യെസ്, ഭംഗിയായിട്ടുണ്ട് കേട്ടോ. വെരി ഗുഡ്. അപ്പോൾ ഈ ക്രിപ്പ് ഉണ്ടാക്കിയ അവസാനം എന്ത് എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ എന്താണ് തോന്നുന്നത്? തോന്നാൻ മനസ്സിലാകുള്ളത് സോ എലഗന്റ്, സോ ബ്യൂട്ടിഫുൾ, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്. Wish you all a very happy Christmas and a happy New Year. അപ്പോൾ ഈ ഒരു ട്രിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി എത്ര ദിവസം എടുത്തു? അപ്പൊ ഒരു മനോഹരമായ ഒരു ട്രിപ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെ മെറ്റീരിയൽ ഉപയോഗിച്ചെന്ന് പറയാമോ? പെട്ടെന്ന് ഇതിങ്ങനെ ഒരു മനോഹരമായ ഒരു ക്രിപ്പ് ഉണ്ടാക്കാനാണ്. അപ്പൊ ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ? ഉണ്ടാക്കി കഴിഞ്ഞപ്പം